നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള NGO അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് അനുസ്മരണം നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൺസൂൺ ഫിലിം ഫെസ്റ്റ് ജൂലൈ 21 ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 5 പീരുമേട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊമ്മൻകുത്ത് വണ്ണപ്പുറം റോഡിൽ നടക്കൽ പാലത്തിന് സമീപം റോഡ് നന്നാക്കാത്തതിനെതിരെ തൊമ്മൻകുത്ത് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. കേരള NGO അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് അനുസ്മരണം നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് പുഷ്പാർച്ചനയും നടത്തി. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. കേരള NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് അനുസ്മരണം നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സമാശ്വാസം നൽകുന്നതിനും യഥാസമയം ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഗുണങ്ങൾ അവരിലേക്ക് എത്തിക്കുന്നതിനും കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് നിരവധി ആനുകൂല്യങ്ങൾ നൽകി അവരെ കരുതലോടെ ചേർത്ത് പിടിച്ച ആർക്കും മറക്കുവാൻ കഴിയാത്ത ജനകീയ നേതാവായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെന്ന് കെ ദീപക് അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞു. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്ന രംഗത്തും ഉമ്മൻചാണ്ടി തെളിയിച്ച പാഠവങ്ങൾ എത്രത്തോളം ജനോപകാരപ്രദമായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ അതെത്രമാത്രം ആഗ്രഹിച്ചിരുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തുന്നതിന് സാധിച്ചു എന്ന് നാം എല്ലാവരും മനസ്സിലാക്കിയതാണ്. ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരാൾ ഉമ്മൻചാണ്ടി മാത്രമായിരുന്നു എന്നതാണ് സത്യം. കാരണം സാധാരണക്കാരായ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ യാതനകളും ദുഃഖങ്ങളും അതുപോലെ അവരുടെ വേദനകളുമൊക്കെ കേട്ടറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടപ്പിലാക്കിയ ഇവിടെ ഭരണപരിഷ്കാരങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചൊക്കെ എത്രയോ ഗുണകരമായ നിലപാടുകൾ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മാത്രമല്ല, ഉമ്മൻചാണ്ടി എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനും അത് നടപ്പിലായോ എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്തി അത് തീർച്ചയായും ആളുകളിലേക്ക് പ്രയോജനകരമായി അല്ലെങ്കിൽ ആളുകൾക്ക് ഗുണം ചെയ്തു എന്ന് ഉറപ്പുവരുത്തുന്നതിലുമൊക്കെ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. തുടർന്ന് പുഷ്പാർച്ചന നടത്തി. KLGSA സംസ്ഥാന സെക്രട്ടറി മനോജ് കുമാർ M, NGO അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിൻസെന്റ് തോമസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഗിരീഷ് PR, സംസ്ഥാന കമ്മിറ്റി അംഗം സതീശൻ PS, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോയി തുറയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൺസൂൺ ഫിലിം ഫെസ്റ്റ് ജൂലൈ 21 ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ചലച്ചിത്ര അക്കാദമിയുടെയും FFSIയുടെയും സഹകരണത്തോടെയാണ് ഈ വർഷത്തെ മൺസൂൺ ചലച്ചിത്രമേള നടത്തുന്നത്. ജൂലൈ 21 മുതൽ 24 വരെ തൊടുപുഴ സിൽവർ ഹിൽസ് തിയേറ്ററിൽ എല്ലാ ദിവസവും വൈകിട്ട് 2 പ്രദർശനങ്ങളോടെയാണ് മേള നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൺസൂൺ ഫിലിം ജൂലൈ 21 ആരംഭിക്കും. കേരള ചലച്ചിത്ര അക്കാദമിയുടെയും FFSIയുടെയും സഹകരണത്തോടെയാണ് ഈ വർഷത്തെ മൺസൂൺ ചലച്ചിത്രമേള നടത്തപ്പെടുന്നത്. ജൂലൈ 21 മുതൽ 24 വരെ തൊടുപുഴ സിൽവർ ഹിൽസ് തിയേറ്ററിൽ എല്ലാ ദിവസവും വൈകിട്ട് 2 പ്രദർശനങ്ങളോടെയാണ് മേള നടത്തുന്നത്. അന്തരിച്ച സംവിധായകൻ ഷാജി എൻ കരുൺ അനുസ്മരണവും കുട്ടിസ് റാങ്ക് എന്ന സിനിമയുടെ പ്രദർശനവും ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്തും. 21 വൈകിട്ട് 5 തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിക്കും. തൊടുപുഴ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് N രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി, FFSI റീജിയണൽ കൌൺസിൽ അംഗം UA രാജേന്ദ്രൻ, തൊടുപുഴ ഫിലിം സൊസൈറ്റി സെക്രട്ടറി MA മഞ്ജുഹാസൻ എന്നിവരും പ്രസംഗിക്കും. തുടർന്ന് 5:45 ഫ്രഞ്ച് ചലച്ചിത്രമായ ദ കോറസ് ഉദ്ഘാടന ചലച്ചിത്രമായി പ്രദർശിപ്പിക്കും. ദ കോറസ് എന്ന് പറയുന്ന സിനിമ പറയുന്നത് അതാണ് നമ്മൾ ഉദ്ഘാടന സിനിമയായിട്ട് പ്രദർശിപ്പിക്കുന്നത്. അന്ന് തന്നെ രണ്ടാമത്തെ സിനിമ വൈകിട്ട് 8 മണിക്ക് പ്രദർശിപ്പിക്കുന്ന സിനിമ ഒരു സൈഫൈ മൂവിയാണ്. റഷ്യൻ ചലച്ചിത്രമാണ്. സൈലന്റ് സെവൻ എന്ന് പറയുന്ന ഒരു സയൻസ് ഫിക്ഷൻ ചലച്ചിത്രമാണ്. രണ്ടാമത്തെ ദിവസം തുർക്കിയിൽ നിന്നുള്ളൊരു സിനിമ ബാൽ, അതും ഒരു കുട്ടിയുടെ മനോവ്യാപാരങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സിനിമയാണ് ബാൽ. അന്ന് തന്നെ വേൾഡ് ഓഫീസ് എന്ന് പറയുന്ന കൊറിയൻ സിനിമ പ്രദർശിപ്പിക്കുന്നത് ഒരു ഫീൽ ഗുഡ് കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ്. സൗത്ത് കൊറിയയിൽ നിന്നുള്ള വേൾഡ് ഓഫീസ്. മൂന്നാമത്തെ ദിവസം മേളയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. അന്ന് അന്തരിച്ച വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ ഷാജി എൻ കരുണിനെ അനുസ്മരിക്കുന്നുണ്ട്. വൈകിട്ട് 5:30 നടക്കുന്ന ചടങ്ങിൽ ഷാജി എൻ കരുൺ അനുസ്മരണം നടത്തും. തുടർന്ന് അദ്ദേഹത്തിൻ്റെ കുട്ടിസ് റാങ്ക് എന്ന് പറയുന്ന സിനിമ 5 ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ സിനിമയാണ് കുട്ടിസ് റാങ്ക്. നമ്മളിൽ പലരൊക്കെ ഒരുപക്ഷെ അതൊന്ന് കണ്ടിട്ടുണ്ടാവും. അത് വീണ്ടും പ്രദർശിപ്പിക്കുകയാണ് ആസ്വാദകർക്ക് മുന്നിലേക്ക്. കുട്ടിസ് റാങ്കിൻ്റെ പ്രദർശനം അദ്ദേഹത്തോടുള്ള ഒരു ആദരസൂചകമായിട്ടാണ് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത്. രാത്രി മൂന്നാമത്തെ ദിവസം രാത്രിയിൽ അക്കാദമി അവാർഡ് നേടിയ എറ്റേണൽ സൺഷൈൻ ഓഫ് ദ സ്പോട്ട്ലെസ് മൈൻഡ്, അത് USA നിന്നുള്ള സിനിമയാണ്. അമേരിക്കൻ ചലച്ചിത്രമാണ്. അത് പ്രദർശിപ്പിക്കുന്നുണ്ട്. നാലാമത്തെ ദിവസം പോളണ്ട് എന്ന രാജ്യത്തു നിന്നുള്ള സിനിമ പിയാനിസ്റ്റ്, അതും യുദ്ധക്കെടുതികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മുന്നിൽ അനുഭവവേദ്യമാക്കുന്ന ഒരു സിനിമയാണ്. അതുപോലെ സംഗീതത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുള്ള സിനിമയാണ് പിയാനിസ്റ്റ് എന്ന് പറയുന്ന സിനിമ. പിയാനിസ്റ്റ് പ്രദർശിപ്പിക്കും. സമാപന ചലച്ചിത്രമായിട്ട് ദ ബലൂൺ എന്ന് പറയുന്ന സിനിമയാണ്. അത് ജർമ്മനിയിൽ നിന്നുള്ള സിനിമയാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഫിലിം സൊസൈറ്റി ഭാരവാഹികളായ N രവീന്ദ്രൻ, MM മഞ്ജുഹാസൻ, അനിത മുരളി, വിൽസൺ ജോൺ, UA രാജേന്ദ്രൻ, S അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കും നിരുത്തരവാദിത്വപരമായ നിലപാടുകൾക്കുമെതിരെ CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നടത്തിയ സമരം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം കബീർ കാസിം അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കും നിരുത്തരവാദിത്വപരമായ നിലപാടുകൾക്കുമെതിരെ CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ലൈഫ് ഭവന പദ്ധതി പഞ്ചായത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കുക, നാളിയാനി കുളമാവ് റോഡ് ഗതാഗതയോഗ്യമാക്കുക, പഞ്ചായത്ത് കളിക്കളം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുക, അംഗൻവാടികളോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങി 20ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണാ സമരം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നടത്തിയ സമരം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികവർഗ മേഖലയായ വെള്ളിയാമറ്റം പഞ്ചായത്തിന് നിരവധി ഫണ്ടുകൾ ലഭിക്കാൻ സാധ്യതയുള്ളത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലം പഞ്ചായത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത്തെ ടേമാണ് നിങ്ങൾക്കിവിടെ നല്ല ഭൂരിപക്ഷമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് ഭരിക്കുന്ന UDF ആണ്. ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്തതെന്ന് പറയണമല്ലോ. MP എന്നുള്ള നിലയിൽ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. MP ഫണ്ട് എന്തെങ്കിലും പ്രത്യേകം കൊണ്ടുവരാനായിട്ടുള്ള ഒരു കരുണ കാണിച്ചോ? ഒന്നുമില്ല. ഒരു കാര്യവും ചെയ്യാത്തൊരു MP UDFന്റെ MLA ഇവിടെ കാലങ്ങളായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിച്ചു. പഞ്ചായത്ത് കളിക്കളം ആരംഭിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. പഞ്ചായത്ത് കളിക്കളം ആരംഭിക്കണമെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50 ലക്ഷം MP അല്ലെങ്കിൽ MLA വയ്ക്കൂ. 50
50 ലക്ഷം കായിക വകുപ്പ് തരും. നാളെ വെള്ളിയാമറ്റം പഞ്ചായത്ത് സ്ഥലം എടുത്തു കൊടുത്ത് നിങ്ങളുടെ MP-യോട് പറയുക, അല്ല MLA-യോട് പറയുക, 50 ലക്ഷം രൂപയ്ക്ക് ഞങ്ങളിവിടെ ഈ കാര്യം ഞങ്ങൾ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. ശ്രീ PJ ജോസഫ് MLA അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ഏതെങ്കിലും പഞ്ചായത്തിൽ ഒരു കളിക്കളത്തിന് വേണ്ടി 50 ലക്ഷം രൂപ വെച്ചിട്ടുണ്ടോ? ഇല്ല. റോഷി അഗസ്റ്റിൻ 2 വെച്ചു, കൊന്നത്തടി പഞ്ചായത്തിന് വെച്ചു, വാഴത്തോം പഞ്ചായത്തിന് വെച്ചു. മറ്റ് MLA-മാരെല്ലാം 1-ലധികം പഞ്ചായത്തുകളിൽ തന്റെ 50 ലക്ഷം രൂപ വെച്ചു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി നടപ്പാക്കാൻ. UDF MLA-യും MP-യും പഞ്ചായത്തിനെ അവഗണിക്കുന്നു. LDF ഭരണകാലത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച പഞ്ചായത്ത് ഇപ്പോൾ താറുമാറായി കിടക്കുന്നതായി അദ്ദേഹം കുറ്റപ്പെടുത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം കബീർ കാസിം അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KL ജോസഫ്, ഏരിയ സെക്രട്ടറി ശിവൻ നായർ, ലോക്കൽ സെക്രട്ടറി മനു മാത്യു കുരുവേലി, സജി ആലക്കാത്തടം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പന്നിമറ്റം. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന സാഹചര്യം ഉയർന്നു വന്നപ്പോൾ ചില ഉദ്യോഗസ്ഥരും കപട പരിസ്ഥിതി സംഘടനകളും ചേർന്ന് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുകയാണെന്ന് കേരള കർഷക സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ജനവിരുദ്ധ തീരുമാനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ റവന്യൂ ഓഫീസുകളിലേക്ക് തുടർച്ചയായ സമരങ്ങൾ നടത്തുമെന്നും അവർ അറിയിച്ചു. സൂചനാ സമരമെന്ന നിലയ്ക്ക് ഓഗസ്റ്റ് 5-ന് ആയിരക്കണക്കിന് കർഷകരെ പങ്കെടുപ്പിച്ച് പീരുമേട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും. M. മണി MLA ഉദ്ഘാടനം ചെയ്യും. ഭൂനിയമ ഭേദഗതിയുടെ തുടർച്ചയായി ചട്ടഭേദഗതി വരാനിരിക്കെ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന സാഹചര്യം ഉയർന്നു വന്നപ്പോൾ ചില ഉദ്യോഗസ്ഥരും കപട പരിസ്ഥിതി സംഘടനകളും ചേർന്ന് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുവാൻ ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. വിനോദസഞ്ചാര മേഖലയായ പരുന്തുംപാറയിൽ സർക്കാർ ഭൂമി കയ്യേറ്റം എന്ന നിലയിൽ റവന്യൂ ഉദ്യോഗസ്ഥർ നടത്തുന്നത് ജനദ്രോഹ നടപടികളാണ്. കയ്യേറ്റം ആരോപിച്ച തലമുറകളായി 1 നൂറ്റാണ്ടിലേറെ താമസിച്ചു വരുന്ന ആളുകൾക്കെതിരെയാണ് നടപടിയെടുക്കാനൊരുങ്ങുന്നത്. ജനകീയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച മുഖ്യമന്ത്രിക്കും റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിമാർക്കും കർഷക സംഘം ജില്ലാ കമ്മിറ്റി നിവേദനം നൽകും. സൂചന സമരം എന്ന നിലയ്ക്ക് ഓഗസ്റ്റ് 5-ന് ആയിരക്കണക്കിന് കർഷകരെ പങ്കെടുപ്പിച്ച് പീരുമേട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും. M. മണി MLA ഉദ്ഘാടനം ചെയ്യും. കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം CV വർഗീസ് പങ്കെടുക്കും. ജനവിരുദ്ധ തീരുമാനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ റവന്യൂ ഓഫീസുകളിലേക്ക് തുടർച്ചയായ സമരങ്ങൾ നടത്താനാണ് കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. വളരെ ബോധപൂർവ്വം ജില്ലയിലെ പ്രശ്നങ്ങളെല്ലാം വഷളാക്കുന്നതിന് ചില ഉദ്യോഗസ്ഥ മേലധികാരികളും അതിനൊപ്പം ദീർഘകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില പരിസ്ഥിതി സംഘടനകൾ, അവർ പരിസ്ഥിതി സ്നേഹികളല്ല, കപട പരിസ്ഥിതി വാദികളാണ്. അവര് കുഴപ്പങ്ങളുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളൊപ്പം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി സജീവമായി വാർത്തകൾ നിൽക്കുന്ന പരുന്തുംപാറയിലെ കയ്യേറ്റത്തിന് പേരിലുള്ള നടപടികൾ. അതൊരു സ്വേച്ഛാധിപത്യ ഭരണത്തിന് കീഴിലുള്ള നടപടികൾ പോലെയാണ്. അവിടെ ജീവിക്കുന്ന ആളുകൾ 2100 പരം തണ്ടപ്പേരുകാരുണ്ട്. 1470 പരം പട്ടയങ്ങളാണ്. അത് പലരും മേടിച്ച് കൈമാറ്റം ചെയ്ത് പ്രത്യേകം കരമടയ്ക്കുമ്പോൾ അവരെല്ലാം പട്ടയ ഉടമകളായി മാറുകയാണ്. 2100 പരം ആളുകളുണ്ട്. കൂടാതെ കുറച്ച് ആളുകൾ, ഇനിയും കുറച്ച് ആളുകൾക്ക് പട്ടയം ലഭിക്കാനുള്ളവരുണ്ട്, നിയമപരമായിട്ട് പട്ടയം അവകാശപ്പെട്ടവരുണ്ട്. അവിടെയുള്ള ഈ ആളുകൾ 5-6 പേര് ചെമ്പുകൊട്ട രാജഭരണകാലത്തെ പട്ടയമുള്ളവരുണ്ട്. പിന്നീട് ജനാധിപത്യ ഭരണത്തിന് കീഴിലുള്ള നമ്മുടെ എല്ലാ പട്ടയങ്ങൾ ലഭ്യമായതുള്ളൂ. അവരുടെ എല്ലാ പട്ടയം ഇപ്പോൾ ഒരു ശരിയോ തെറ്റോ എന്നൊരു സംശയത്തിലാക്കി അവർക്കവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉയർത്തുന്നത് ഒരു ശരിയായ സമീപനമല്ല. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ, ട്രഷറർ PP ചന്ദ്രൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുഹമ്മദ് ഫൈസൽ, CS ഷാജി, സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ആശാ വർഗീസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മുനിസിപ്പൽ 12, 13 വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം നടത്തി. കുന്നംകവലയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിബിലി സാഹിബ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പൽ മുൻ ചെയർമാൻ സനീഷ് ജോർജ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. തൊടുപുഴ മുനിസിപ്പൽ 12, 13 വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. കുന്നംകവലയിൽ നടന്ന അനുസ്മരണം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിബിലി സാഹിബ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പൽ മുൻ ചെയർമാൻ സനീഷ് ജോർജ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ സുലൈമാൻ ഒറ്റത്തോട്ടത്തിൽ, ഷുക്കൂർ ഇസ്മയിൽ, 12, 13 വാർഡ് പ്രസിഡന്റുമാരായ ജമാൽ കിളിയനാൽ, പ്രകാശൻ കുന്നം, INTUC നേതാക്കളായ ബിജു, വിജയൻ, സലാം, അലിയാർ, സിറാജ്, OH ജബ്ബാർ, ബഷീർ, സുധീർ, പള്ളിയിൽ
കതിര്, കാരക്കുന്നേൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊമ്മൻകുത്ത് വണ്ണപ്പുറം റോഡിൽ നടക്കൽ പാലത്തിന് സമീപം റോഡ് നന്നാക്കാത്തതിനെതിരെ തൊമ്മൻകുത്ത് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. റോഡ് നന്നാക്കാൻ തയ്യാറായില്ലെങ്കിൽ വിവിധ ഓഫീസുകളിലേക്ക് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. യോഗം തൊമ്മൻകുത്ത് വാർഡ് മെമ്പറും യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ബിബിൻ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. റോഡെല്ലാം കുണ്ടും കുഴിയും, നടന്നു പോകാൻ വയ്യാത്ത സ്ഥിതിയിലാക്കിയ സർക്കാരെ, അയ്യോ ഇത് നാണക്കേട്, പ്രതിഷേധം 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 നാണമില്ലേ ഉദ്യോഗസ്ഥരെ, നാണമില്ലേ ഉദ്യോഗസ്ഥരെ. തൊമ്മൻകുത്ത് വണ്ണപ്പുറം റോഡിൽ നടക്കൽ പാലത്തിന് സമീപം മാസങ്ങളായി റോഡിൽ കുഴിയും വെള്ളക്കെട്ടും കാരണം യാത്രക്കാർ ഏറെ നാളായി ദുരിതം അനുഭവിക്കുകയാണ്. പലതവണ അധികൃതരെ വിവരമറിയിച്ചിട്ടും വഴി സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിച്ചില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് തൊമ്മൻകുത്ത് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി കുഴിയിൽ വാഴ നട്ട് പ്രതിഷേധിച്ചത്. ഇനിയും റോഡ് നന്നാക്കാൻ തയ്യാറായില്ലെങ്കിൽ വിവിധ ഓഫീസുകളിലേക്ക് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. യോഗം തൊമ്മൻകുത്ത് വാർഡ് മെമ്പറും യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ബിബിൻ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പലതവണ PWD ഉദ്യോഗസ്ഥരെ വിളിച്ചു, KSDP ഉദ്യോഗസ്ഥരെ വിളിച്ചു, അക്ഷയ കമ്പനിക്കാരോട് പറഞ്ഞെന്ന് പറയണു. പക്ഷേ ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. ഇത്രയും മഴ പെയ്ത് സാധാരണ കുട്ടികളടക്കം ധാരാളം ആളുകൾ ഇതിലെ കടന്നു പോകുന്ന വഴിയാണ്. ഒരു ബൈക്ക് യാത്രികന് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയെ പോലും ഒരു ലോഡ് മക്കോ ഒരു GSPയോ സഞ്ചാരികൾക്ക് അതിനെ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ ഇവിടെ ധാരാളം ലോഡ് മക്കുകളുടെ GSP ഒരു ലോഡ് മക്കോ GSP ഇട്ട് നിർത്താൻ തയ്യാറാവാത്ത ഉദ്യോഗസ്ഥരും കമ്പനിക്കാരുമാണ് ഇവിടെ ഉള്ളത്. പലതവണ പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. ഇവരുടെ ധിക്കാരവും ധാർഷ്ട്യവുമാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നമ്മളിവിടെ അറിയിക്കുന്നത്. വണ്ണപ്പുറം മണ്ഡലം പ്രസിഡന്റ് ജോസ് കെ പീറ്റർ, കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ജോൺ ജോസഫ് കണ്ടത്തിക്കുടിയിൽ, അഗസ്റ്റിൻ ജോർജ് കല്ലിടുക്കിൽ, കുര്യാക്കോസ് പൗലോസ് മേക്കാട്ടിൽ, അബ്ബാസ് റാവുത്തർ, മുഹമ്മദ് ഹുസൈൻ, ജോസഫ് തോമസ്, ജോഷി PM, ബിൻസി ജോസഫ്, ഡോളി ബെന്നി, ജോയി പാറേക്കുടിയിൽ, സെബിൻ ആന്റണി, അർജുൻ പ്രിൻസ്, ആൽബിൻ ജോണി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊമ്മൻകുത്ത്. തൊണ്ടിക്കുഴ ഗവൺമെന്റ് UP സ്കൂളിലെ ശതാബ്ദി ആഘോഷങ്ങളുടെ നടത്തിപ്പിന് മുന്നോടിയായി സ്വാഗത സംഘം രൂപീകരിച്ചു. 100ാം വാർഷികത്തോടനുബന്ധിച്ച് 100 പദ്ധതികൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനും 100 പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായി 20-ന് സ്കൂൾ ഹാളിൽ വെച്ച് യോഗം ചേരുമെന്നും അറിയിച്ചു. തൊണ്ടിക്കുഴ ഗവൺമെന്റ് UP സ്കൂളിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന സ്കൂൾ ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്കാണ് തിരിതെളിച്ചത്. ശതാബ്ദി ആഘോഷങ്ങളുടെ നടത്തിപ്പിനായി നടസ്വാഗത സംഘം രൂപീകരിച്ചു. 100ാം വാർഷികത്തോടനുബന്ധിച്ച് 100 പദ്ധതികൾക്കും രൂപം നൽകി. ഞായറാഴ്ച 2 മണിക്ക് നമ്മുടെ സ്കൂളിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കാനായിട്ട് പൂർവ്വ വിദ്യാർത്ഥികളെയും രാഷ്ട്രീയ പ്രതിനിധികൾ, നാട്ടുകാർ, പൂർവ്വ വിദ്യാർത്ഥികൾ, പഞ്ചായത്ത് പ്രതിനിധികൾ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളൊരു 2 മണിക്കൊരു യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ആ സ്കൂളിൽ പഠിച്ചിരുന്ന ഇപ്പു അൻഫിദ് കെ ഖാദർ എന്ന കുട്ടി സെമി ഇൻ ദ ആൻസർ എന്ന TV പ്രോഗ്രാമിലൂടെയാണ് നമ്മുടെ ഈ സ്കൂള് പുറലോകം കൂടുതൽ അറിയുവാൻ സാധിച്ചത്. കാരണം നല്ലൊരു ഷോ ആയിരുന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഈ തൊണ്ടിക്കുഴി എന്ന ഈ ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ ഒരു സ്കൂളുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയത് ഈ ഇപ്പു എന്ന കുട്ടിയുടെ ഈ ഷോയിലൂടെയാണ്. അതുപോലെ തന്നെ അവിടെ ഒത്തിരി IASകാരും IPSകാരും വളരെ ഉന്നത നിലവാരത്തിൽ ജോലി ചെയ്യുന്ന പല പൂർവ്വ വിദ്യാർത്ഥികളും അവിടുന്ന് പഠിച്ചു പോയവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ കുട്ടികൾക്ക് എന്നും താങ്ങും തണലുമായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് തൊണ്ടിക്കുഴ UP സ്കൂൾ. നമുക്ക് പറയാനുള്ളത്, പണ്ടൊക്കെ 750 കുട്ടികളുള്ള കാലത്തുനിന്ന് നമ്മുടെ പല ഗവൺമെൻറ് സ്കൂളുകളും കുട്ടികളില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ചുരുങ്ങിയപ്പോഴും പഞ്ചായത്തിൻ്റെയും അധ്യാപകരുടെയും PTA-യുടെയും നാട്ടുകാരുടെയും ഒക്കെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നല്ല രീതിയിൽ കുട്ടികളുടെ എണ്ണത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനും 100 പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമായി 20-ന് സ്കൂൾ ഹാളിൽ വെച്ച് യോഗം ചേരും. ഇതിനു മുന്നോടിയായി നടത്തിയ യോഗത്തിൽ ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ, സീനിയർ അധ്യാപകനായ ഷാജി തോമസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്മൽ ഖാൻ, വാർഡ് മെമ്പർ സുജാത ശിവൻ, പൂർവ്വ വിദ്യാർത്ഥി ജോയി TC എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോത്താനിക്കാട് മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ഉമ്മൻചാണ്ടിയുടെ 2ാം ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് പോത്താനിക്കാട് അന്ധവിദ്യാലയത്തിലെ അന്തേവാസികൾക്ക് അരിയും ഫലവ്യഞ്ജനങ്ങളും വിതരണം ചെയ്തു.
മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോത്താനിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. തുടർന്ന് പോത്താനിക്കാട് അന്ധവിദ്യാലയത്തിലെ അന്തേവാസികൾക്ക് അരിയും പലവ്യഞ്ജനങ്ങളും വിതരണം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ്, ടി എ കൃഷ്ണൻകുട്ടി, ജോസ് വർഗീസ്, ആശ ജിമ്മി, ഷാൻ മുഹമ്മദ്, സാലി ഐപ്പ്, ഡോളി സജി, അലി ടി എം, പ്രിയദാസ് മണി, ജിനു മാത്യു, ഐപ്പ് കെ സി, ബാബു വർഗീസ്, കുര്യാക്കോസ് കെ എം, ഐസക് തോമസ്, ലൈജു എബ്രഹാം, ജസ്റ്റിൻ ജോസഫ്, അന്ധവിദ്യാലയത്തിന്റെ ഓഫീസ് ഇൻചാർജ് ജിഷ ഇ പി എന്നിവർ പ്രസംഗിച്ചു. പോത്താനിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നമ്മുടെ തൊട്ടടുത്തുള്ള അന്ധവിദ്യാലയത്തിലെ അന്ധവാസികൾക്ക് വേണ്ടിയിട്ട് അരിയും പലവ്യഞ്ജന സാധനങ്ങളും നമ്മൾ ആ ഓർമ്മയ്ക്ക് വേണ്ടി നൽകുകയാണ്. നമ്മുടെ ആ ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് നമ്മൾ ഈ അരി ഇപ്പോൾ ഇതിൻ്റെ ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. KPCC മെമ്പർ ആർ ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴിയിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക അനുസ്മരണവും പുഷ്പാർച്ചനയും മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴിയിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുസ്മരണ യോഗം KPCC മെമ്പർ ആർ ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ഇടയിലേക്ക് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും സാധാരണ കോൺഗ്രസ് പ്രവർത്തിക്കുന്ന കാലഘട്ടം മുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ ആവലാതികൾ കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പൊതുപ്രവർത്തകർ എന്ന നിലയിൽ മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും മാതൃകയായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രവർത്തനം എന്ന കാര്യത്തിൽ എതിരാളികൾ പോലും എതിരഭിപ്രായം പറയത്തില്ല. നമുക്കറിയാം, അദ്ദേഹം വേറെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ എതിർത്ത ചാനലുകാർ ഉൾപ്പെടെ മുഴുവൻ ജനലക്ഷങ്ങൾ, നമുക്കറിയാം തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ 2 ദിവസം രായും പകലും എടുത്താണ് വിലാപയാത്രയായി തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിൽ എത്തിച്ചത്. ലോകത്ത് ഒരു ജനകീയ നേതാവിന് പോലും കിട്ടാത്ത നിലയിലുള്ള അംഗീകാരമായിരുന്നു ഉമ്മൻചാണ്ടിയോട് ഈ നാട് വിട പറഞ്ഞത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MP ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. KP ഗോപിദാസ്, ബെന്നി പാലക്കാട്ട്, ലിജോ മുണ്ടപ്ലാക്കൽ, കിങ്ങിണി രാജേന്ദ്രൻ, MD തോമസ്, സുജിത്, സിനി മൂലൻകുഴിയിൽ, ടിൻസൺ, സാജു പഴപ്ലാക്കൽ, ബിജു കൂട്ടുപുഴ, തങ്കച്ചൻ പുളിക്കൽ, ജോയി തമ്പുഴ, ജോസ് കുന്നുംപുറത്ത്, ഓമന ബാബുലാൽ, അർജുൻ ഷിജു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരികുന്നം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. കരികുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് KK തോമസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോസഫ് എടക്കര അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരിങ്കുന്നം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ കരിങ്കുന്നം ടൗണിൽ വെച്ച് അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോസഫ് ഇടക്കരയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് KK തോമസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. സുബിൻ തോമസ്, രവി കെ, PC സജി, തങ്കച്ചൻ മാപ്പിളക്കുന്നേൽ, റിജോ മുണ്ടക്കൽ, ഷെല്ലി ജോൺ, സുജാത VB തുടങ്ങിയവർ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുകയും പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരിങ്കുന്നം. അഖില കേരള വിശ്വകർമ്മ പീരുമേട് താലൂക്ക് യൂണിയൻ കുമളിയിലെ ക്യാൻസർ രോഗിയായ വീട്ടമ്മയ്ക്ക് ആദ്യഘട്ട ധനസഹായം നൽകി. ചടങ്ങിൽ അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അശോകൻ മാഞ്ചിറക്കൽ, സെക്രട്ടറി TC ഗോപാലകൃഷ്ണൻ, AKVMS മഹിളാ സമാജം സംസ്ഥാന പ്രസിഡന്റ് പുഷ്പ ബിജു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. അഖില കേരള വിശ്വകർമ്മ സഭ പീരുമേട് യൂണിയന് കീഴിൽ നിരവധി അർഹരായ കുടുംബങ്ങൾക്ക് ചികിത്സ, കുടുംബസഹായങ്ങൾ നൽകി വരുന്നതിന്റെ ഭാഗമായി ഇന്ന് കുമളി സ്വദേശി ക്യാൻസർ ബാധിതയായ കലാരാജേഷ് എന്ന വീട്ടമ്മയ്ക്കാണ് ആദ്യഘട്ട ധനസഹായമായി 15,000 രൂപ കൈമാറിയത്. ഭർത്താവ് മരണപ്പെട്ട ക്യാൻസർ ബാധിതയായ കലാരാജേഷിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന 4 കുട്ടികളുമുണ്ട്. സുമനസ്സുകളുടെ സഹായത്തോടെ മാത്രം മുൻപോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമാണ് നിലവിൽ ഇവരുടേത്. ഇവരുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയാണ് യൂണിയൻ ഇവരെ സഹായിക്കുവാനായിട്ട് മുൻപോട്ട് വന്നിരിക്കുന്നത്. തുടർന്നും യൂണിയന്റെ ഭാഗത്തു നിന്നും ഈ കുടുംബത്തിന് വേണ്ടുന്ന വിവിധ സഹായ പദ്ധതികൾ MP, MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും മറ്റ് ട്രസ്റ്റുകളുടെയും ശ്രദ്ധയിൽപ്പെടുത്തി നൽകുമെന്ന് യൂണിയൻ ഭാരവാഹികൾ കലാരാജേഷിന്റെ വീട്ടിലെത്തി ധനസഹായം നൽകിയ വേളയിൽ അറിയിച്ചു. ഇന്നത്തെ ധനസഹായ വിതരണ ചടങ്ങിൽ അഖില കേരള വിശ്വകർമ്മ മഹാസഭ പീരുമേട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അശോകൻ മാഞ്ചിറക്കൽ, സെക്രട്ടറി TC ഗോപാലകൃഷ്ണൻ, ട്രഷറർ അരുണാചലം, AKVMS
മഹിളാ സമാജം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പുഷ്പ ബിജു, പീരുമേട് യൂണിയൻ മഹിളാ സമാജം സെക്രട്ടറി വിശാലാക്ഷി കുഞ്ഞുമോൻ, കമ്മിറ്റി അംഗങ്ങളായ മോഹനൻ ഉപ്പതറ, അജേഷ് കുമാർ, അമരാവതി, ജയൻ വണ്ടിപ്പെരിയാർ, സുകുമാരൻ അഴകൻ, തകിടിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമളി. സ്വിസ് ചെങ്ങാതിക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ സീറോ മലബാർ കമ്മ്യൂണിറ്റി സൂരിച്ചിന്റെ നേതൃത്വത്തിൽ സിസിലി ആന്റണി പനക്കലിന്റെ സഹകരണത്തോടെ നിർധനയായ യുവതിക്ക് 5 സെന്റ് സ്ഥലം വാങ്ങുന്നതിനുള്ള തുകയുടെ ചെക്ക് നൽകി. ജെയിംസ് തെക്കേമുറി ചെക്ക് കൈമാറി. സ്ഥലത്തിന്റെ തീരാധാരം സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA കൈമാറി. ചടങ്ങിൽ സൂരജ് കോച്ചേരി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സ്വിസ് ചങ്ങാതിക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ സീറോ മലബാർ കമ്മ്യൂണിറ്റി സൂറിച്ചിന്റെയും സിസിലി ആന്റണി പനക്കലിന്റെയും സഹകരണത്തോടെ നിർധനയായ പിതാവും ഭർത്താവും മരണപ്പെട്ട ആലപ്പാട്ട് നീനുവിന് ചേന്നാട് 5 സെന്റ് സ്ഥലം വാങ്ങുന്നതിനുള്ള തുകയുടെ ചെക്ക് ചങ്ങാതിക്കൂട്ടത്തിന് വേണ്ടി ജെയിംസ് തെക്കേമുറി നീനു ആലപ്പാട്ടിന് കൈമാറി. അപ്പോൾ പ്രിയപ്പെട്ട ജെയിംസിന്റെയും കുട്ടന്റെയും ഒക്കെ നേതൃത്വത്തിൽ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള വലിയ പിന്തുണയോടുകൂടി സ്ഥലം ലഭിച്ചിരിക്കുകയും അതോടൊപ്പം MLA സർവീസ് ആർമി വീട് വെച്ചു കൊടുക്കാനുള്ള ഇടപെടലുകൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുകയുമാണ്. അങ്ങനെ വിധവയായ ഈ സഹോദരിക്ക് അവരുടെ ഒരു ജീവിത സാഫല്യമായ ഒരു കയറി കിടക്കാനൊരിടം, സ്വന്തമായി തലചായ്ക്കാനൊരു വീട് എന്ന സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ആ നല്ല കർമ്മത്തിൽ സ്ഥലം വാങ്ങി നൽകാൻ, സ്ഥലം നൽകിയാൽ മാത്രമേ വീട് പണിയാൻ കഴിയൂ. സ്ഥലം വാങ്ങി നൽകാൻ മുൻകൈ എടുത്ത എൻ്റെ ആത്മമിത്രമായ ജെയിംസിനെയും അതിന് സഹകരിച്ച മറ്റുള്ളവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. സ്ഥലത്തിന്റെ തീരാധാരം പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നീനു ആലപ്പാട്ടിന് കൈമാറി. ചടങ്ങിൽ സൂരജ് കോച്ചേരി മുഖ്യാതിഥിയായിരുന്നു. പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെ നേതൃത്വത്തിലുള്ള MLA സർവീസ് ആർമിയാണ് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള NGO അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാമത് അനുസ്മരണം നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K ദീപക് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൺസൂൺ ഫിലിം ഫെസ്റ്റ് ജൂലൈ 21 ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാമറ്റ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 5 പീരുമേട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊമ്മൻകുത്ത് വണ്ണപ്പുറം റോഡിൽ നടക്കൽ പാലത്തിന് സമീപം റോഡ് നന്നാക്കാത്തതിനെതിരെ തൊമ്മൻകുത്ത് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.